സോ നമ്മള് ഇതുവരെ ചെയ്തോണ്ടിരുന്ന ഇതൊക്കെയാണ്. നമ്മള് ന്യൂ ടെസ്റ്റമെന്റ് ജോൺറയിലെ ആക്ട്സ്, ഗോസ്പിൾസ്, പാരബിൾസ്, എപ്പിസിൽസ്. ഇനി ചെയ്യാൻ പോകുന്ന അവസാനത്തെ ഇതാണ്, അവസാനത്തെ ക്ലാസ് ആയിട്ടുള്ളതാണ് ഇന്ന്. അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയും. അതായത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ ചെയ്തു, വിവരണ ചരിത്രം, സുവിശേഷം ചെയ്തു, ഉപമകൾ ചെയ്തു, ലേഖനങ്ങള്. ഇത് അന്ത്യദിന രചനകൾ, അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയും. ഓക്കെ, സോ അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും അവസാന നാള്, അതായത് ഇപ്പോഴുള്ള ആ ഈവിൾ ആയിട്ടുള്ള ഏജിന് അവസാന ജഡ്ജ്മെന്റും ദൈവത്തിന്റെ രാജ്യം വരുന്നതിനെ കുറിച്ചുമൊക്കെ. സോ ഈ റെവലേഷൻ, അതായത് വെളിപാടിന്റെ പുസ്തകം, ദാനിയലിന്റെ പുസ്തകമൊക്കെ വളരെ ഇതുപോലെ സിംബോളിക് ആയിട്ടുള്ള ഇമേജറി യൂസ് ചെയ്യുന്നതാണ്. അതിനാണ് അപ്പോകാലിപ്റ്റിക് എന്ന് പറയുന്നത്. ഇമേജറി, അതുപോലെ മാലാഖമാര് വിവർത്തകരായിട്ടിരിക്കുന്നത്, സിംബോളിക് ആയിട്ടുള്ള സിംബോളിക് ആയിട്ടുള്ള ഇമേജസ്, വിഷൻസ്, അങ്ങനെയെല്ലാം. സോ ഞാൻ പറഞ്ഞിരുന്ന പോലെ, അപ്പം റെവലേഷൻ, അതായത് വെളിപാടിന്റെ പുസ്തകം, ദാനിയലിന്റെ പുസ്തകം, ഇതുപോലത്തെ ഇമേജസും അതുപോലെ വിഷൻസും, പിന്നെ മാലാഖമാരായിട്ടുള്ള വിവർത്തകരും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ സക്കറിയയുടെ പുസ്തകത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അത് അപ്പോകാലിപ്റ്റിക് ആയിട്ടുള്ള സക്കറിയയുടെ പുസ്തകത്തിലുണ്ട് വളരെയേറെ വിഷൻസ്, അതുപോലെ വിഷൻസും, അതുപോലെ തന്നെ എന്താ പറയുന്നേ, ദർശനങ്ങള്, സിംബോളിക് ആയിട്ടുള്ള പ്രതിച്ഛായകള്, മാലാഖമാര്, വ്യാഖ്യാതികൾ ആവുന്നവര്, ഇതൊക്കെ കാണാം. പുതിയ നിയമത്തിൽ നോക്കിയാല് മത്തായി 24 തൊട്ട് 25 വരെ, മർക്കോസ് 13-ഉം ലൂക്കോസ് 21-ലും ഒക്കെ ഒലീവ് മലയിൽ വെച്ച് യേശു നൽകിയ ഒരു പ്രവചന പഠിപ്പിക്കലാണ്. സോ അതും ഈ ലിറ്ററേച്ചറാണ് യേശു യൂസ് ചെയ്യുന്നത്. ഒലീവ് മലയിൽ വെച്ച് പ്രധാന പ്രവചന പഠിപ്പിക്കലായിട്ടുള്ളത് ആ പുസ്തകങ്ങളിൽ, ആ പറഞ്ഞ അധ്യായങ്ങളിലാണുള്ളത്. മത്തായി 24 തൊട്ട് 25 വരെ, മർക്കോസ് 13-ഉം ലൂക്കോസ് 21 വരെ. ഓക്കെ, അപ്പം ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തെയും യുദ്ധങ്ങളെ കുറിച്ചും വ്യാജ പ്രവാചകന്മാരെ കുറിച്ചും ഒക്കെ, അന്ത്യകാലത്തിന്റെ അടയാളങ്ങളെയും എല്ലാം യേശു അവിടെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വിശ്വാസികൾ അവന്റെ രണ്ടാം വരവിനായി തയ്യാറായിരിക്കണം എന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഓക്കെ, സോ അതെല്ലാം ആണ് അതിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ ലിറ്ററേച്ചർ ഇപ്പൊ പറഞ്ഞ ഈ പുസ്തകങ്ങളിലും ഉള്ളതാണ് അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കി പുസ്തകങ്ങളല്ല, വെളിപാടിന്റെ പുസ്തകം മാത്രമാണ്. വെളിപാടിന്റെ പുസ്തകം മനസ്സിലാക്കാൻ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുള്ളൊരു പുസ്തകമാണ്. ചില ആൾക്കാര് ചിലപ്പോൾ നമ്മൾ തന്നെ പല തെറ്റായ രീതിയിലും അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും. സോ അതുകൊണ്ട് നമുക്ക് ഒരു ബേസിക് ഐഡിയ തരാൻ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം അത് എല്ലാ ചാപ്റ്റേഴ്സും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടും എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കൊരു ഓവറോൾ ആയിട്ടൊരു ഐഡിയ ഉണ്ടാവണം, എന്താണ് ഈ വെളിപാട്, ആ വെളിപാടിന്റെ പുസ്തകം എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് അത് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പൊ ഈ വെളിപാടിന്റെ പുസ്തകം എന്ന് വെച്ചാല് അതിന് 2 എയിംസ് ഉള്ളത്. ഒന്ന്, ഇറ്റ്സ് എ ബുക്ക് ഓഫ് കംഫർട്ട്, ആശ്വസിപ്പിക്കുന്ന, ആശ്വാസം കൊടുക്കുന്ന, ആശ്വാസത്തിന്റെ ഒരു പുസ്തകമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് മുന്നറിയിപ്പിന്റെ പുസ്തകമാണ്, വാർണിംഗ് കൊടുക്കുന്നത്, മുന്നറിയിപ്പ് കൊടുക്കുന്ന പുസ്തകമാണ്. ഓക്കെ, എങ്ങനെയാണ് ആശ്വാസം തരുന്നത്? അന്ന് എഴുതിയത് പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് നിന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. ആ ക്രിസ്ത്യാനികളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി, അതായത് ദൈവത്തിനാണ് അവസാനം വിജയം വരുന്നത്, ദൈവത്തിന്റെ ജനത്തിന് വിജയം വരും എന്ന കാര്യം കാണിച്ച് ആ പീഡനങ്ങൾക്കിടയിലും പിടിച്ചു നിന്ന് അത് ദൈവത്തെ വിട്ടുപോകാതെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ, ക്രിസ്ത്യാനികൾക്ക് സഹനശേഷി കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടാണ് ഈ പുസ്തകത്തിൽ ആശ്വാസം പകരുക എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായാലും അവസാനം റിവാർഡ് ഉണ്ട്, അവസാനം ദൈവം തന്നെ വിജയിക്കും, ദൈവത്തിന്റെ ജനം വിജയിക്കും എന്നുള്ളൊരു ആശ്വാസം. മുന്നറിയിപ്പ് എന്താണ്?
അന്ന് സാംസ്കാരിക വശീകരണത്തിന്റെ എതിരെയാണ് മുന്നറിയിപ്പ്. സോ അന്ന് ചക്രവർത്തികളെ ദേവന്മാരായിട്ട് ആരാധിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അല്ലെ കൾച്ചറൽ ആയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ആ പുസ്തകത്തില് നമ്മൾ വെളിപാട് ശരിക്കും വായിക്കുമ്പോൾ കാണാം സാംസ്കാരികമായിട്ട് എന്തെല്ലാം തെറ്റുകളിലേക്ക് വീഴുന്നു ഓരോ സഭകളും. സോ അതിനെതിരെ അതിൽ വീണു പോകാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ്. സോ സിദ്ധാന്തപരമായിട്ടോ ധാർമ്മികമായിട്ടോ ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള പ്രലോഭനങ്ങൾ അതിയായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ പ്രലോഭനങ്ങൾ ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പാണ് ഈ വെളിപാടിന്റെ പുസ്തകത്തിലൂടെ. ആ മുന്നറിയിപ്പും കിട്ടും. ഇനി ആരാണ് ഈ പുസ്തകം എഴുതിയത്? രചയിതാവ് ആരാണ്? വെളിപാട് 1:4 നോക്കിയാല് യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്. എന്ന് വെച്ചാൽ ആരാണ് രചയിതാവ്? യോഹന്നാൻ അപ്പോസ്തലൻ. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വേറെ പുസ്തകങ്ങൾ പറയുന്ന യോഹന്നാൻ അപ്പോസ്തലനാണ് യേശു ക്രൂശിൽ കിടത്തപ്പോ അമ്മ ഏൽപ്പിച്ചു കൊടുത്തത്. യോഹന്നാൻ അപ്പോസ്തലൻ മേരി ആയിട്ട് ഈ ഇവിടെ ഈ ദ്വീപിൽ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് നമുക്കറിയില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സോ യോഹന്നാൻ 7 സഭകൾക്കായിട്ട് ഈ ഇതൊരു ദ്വീപിൽ വെച്ചിട്ട് എഴുതിയതാണ്. സോ എപ്പോഴാണ് ഇത് എഴുതിയത്? എന്നാൽ 2 തീയതികൾക്ക് സാധ്യതകൾ പറയുന്നുണ്ട്. കാരണം അനേകം പീഡനങ്ങൾ ക്രിസ്ത്യാനികൾ, സഭകളിലുള്ള ക്രിസ്ത്യാനികൾക്കൊക്കെ അനേകം പീഡനം വരുന്ന സമയമാണ്. അപ്പൊ അത് അങ്ങനെ പീഡനം വന്ന ഒരു സമയം നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്താണ്, AD 68 തൊട്ട് 69 വരെ. പിന്നെ രണ്ടാമത്തെ ഡൊമീഷ്യൻ എന്ന് പറഞ്ഞ ചക്രവർത്തിയുടെ ഭരണകാലത്ത് AD 95 തൊട്ട് 96 വരെ. സോ ഡൊമീഷ്യന്റെ കാലത്താണ് ഇങ്ങനെ ഇവരുടെ ചക്രവർത്തിമാരെ ദൈവമായിട്ട് ആരാധിക്കണം എന്ന നിയമം അവര് കൊണ്ടുവന്നത്, എംപറർ വർഷിപ്പ്. ഡൊമീഷ്യനെ ഡോമിനസ് എഡ്യൂസ് എന്ന ലോർഡ് ആൻഡ് ഗോഡ്, ദൈവമായിട്ട് നാഥനായിട്ട് നമ്മളിപ്പോ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് സ്നാനപ്പെടുമ്പോ പറയുന്ന പോലെ ഡൊമീഷ്യനെ നാഥനായിട്ടും കർത്താവുമായിട്ടും സ്വീകരിക്കണം, എന്നാലേ അവർ ഡൊമീഷ്യന്റെ ലോയൽ ആയിട്ടുള്ളവരായിട്ട് ഇരിക്കുള്ളൂ എന്ന് അവര് പറയുന്നേ. അപ്പം അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലാണ്. അപ്പം മിക്കവാറും മിക്കവാറും ഇത് 95 തൊട്ട് 96 വരെയുള്ള സമയത്തായിരിക്കും. കാരണം അന്നാണ് ഈ ചക്രവർത്തികളെ ആരാധിക്കാത്തവരെ എല്ലാം വധിക്കുമായിരുന്നു, അവരെല്ലാം നിഷ്കരണം കൊല്ലുമായിരുന്നു. അപ്പൊ അത് കൂടുതലും നടന്ന ഡൊമീഷ്യന്റെ ഭരണകാലത്ത്. നീറോയുടെ ഭരണകാലത്ത് ഒത്തിരി പീഡനം നടന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ എല്ലാം അവര് സ്ട്രീറ്റ് ലൈറ്റ്സ് ആയിട്ട് അവരുടെ റോഡുകളിൽ കത്തിച്ചിരുന്നു. വിളക്ക് തൂണായിട്ട്, വിളക്കുകളായിട്ട് ക്രിസ്ത്യാനികളെയാണ് തൂണിൽ കെട്ടി കത്തിക്കുമായിരുന്നു. സോ അതുപോലെ നീറോ ആണെങ്കിൽ റോം പുനഃസ്ഥാപിക്കണം, വലുതായിട്ട് ഭയങ്കര നല്ല നഗരമാക്കണം എന്ന് നീറോയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നീറോ എന്ത് ചെയ്തു? അത് ഒരു രാത്രി അവിടെ മുഴുവൻ തീയിട്ട് നശിപ്പിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞു? ഈ ക്രിസ്ത്യാനികളാണ് ഇത് ചെയ്തത്, കാരണം ആർക്കും ക്രിസ്ത്യാനികളെ കണ്ടുകൂടാ, അപ്പൊ അവരാണ് ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങനെ അനേകം ക്രിസ്ത്യാനികളെ കൊന്നൊടക്കിയായിരുന്നു. അപ്പൊ നീറോയുടെ കാലത്ത് ഒത്തിരി ഉണ്ടായി. പക്ഷെ ചക്രവർത്തികളെ ദൈവമായിട്ട് ആരാധിക്കുകയും അവർക്ക് വേണ്ടി അമ്പലങ്ങൾ പണിയുകയും ചെയ്യുന്ന കാലം തുടങ്ങിയത് ഡൊമീഷ്യന്റെ ഭരണകാലത്താണ്. അപ്പം ഈ 95-96 മിക്കവാറും ഈ പുസ്തകം എഴുതപ്പെട്ടത്. എന്നായിരുന്നു അനേക പീഡനങ്ങളുടെ ഹൈറ്റിലെത്തി നിന്നത്. അത് ഇപ്പൊ റോമൻ ഭരണകൂടം തന്നെ ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ട്, ക്രിസ്തീയ മതം നടന്നു പോകാൻ പറ്റാത്തത്ര പീഡനമാണ് അവർക്ക് കൊടുത്തത്. ഇതാണ് ഈ റോമക്കാരിലുള്ള, നമ്മൾ പറയില്ല, ചരിത്രപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയണം. സോ റോമൻ എംപറേഴ്സ് 1-ാം നൂറ്റാണ്ടില് റോമൻസിന് ഒത്തിരി എംപറേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അഗസ്റ്റസ് സീസർ 27 BC, യേശുവിന് മുമ്പ് 27. എന്നിട്ട് അവസാനം നീറോ വന്നത് 54 തൊട്ട് 68 വരെ ഉള്ള കാലഘട്ടത്ത്. ഗാൽബാവർത്തോ ഇങ്ങനെ ഇവരെല്ലാം, വെസ്പാസിയൻ, ടൈറ്റസ്, പിന്നെ ഡൊമീഷ്യൻ. ഈ ഡൊമീഷ്യന്റെ കാലം 81 തൊട്ട് 96 വരെയാണ് അയാൾ ഭരിച്ചത്. ആ സമയത്തായിരിക്കും മിക്കവാറും ഈ പുസ്തകം എഴുതപ്പെട്ടത്.
ഇത്രമാത്രം ഭയങ്കര പീഡനങ്ങൾ ഉണ്ടായിട്ട് അവസാനം കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് വരുമ്പോഴാണ് അയാൾ എന്ത് ചെയ്തു, അയാള് ഈ പെർസിക്യൂഷൻ പീഡനങ്ങളൊക്കെ നിർത്തി ക്രിസ്ത്യാനിറ്റിയെ ഒരു ലീഗൽ റിലീജിയൻ ആക്കി സ്ഥാപിച്ചു. അപ്പം എല്ലാവരും ക്രിസ്ത്യൻസ് ആയാലും കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ അയാൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മാറ്റം വന്നത് കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞ രാജാവിന്റെ എംപററിന്റെ സമയത്താണ്. സോ ഇതൊക്കെ ഹിസ്റ്ററിയാണ്. സോ ഇതാണ് ചക്രവർത്തി ആരാധന. അതിനെപ്പറ്റിയാണ് ഈ വെളിപാടിന്റെ ഈ പുസ്തകത്തിൽ ഈ അധ്യായങ്ങളിലെല്ലാം പരാമർശിച്ചിരിക്കുന്നത്. അതെല്ലാം നമുക്കിപ്പോ വായിക്കാനുള്ള സമയം കാണത്തില്ല. പക്ഷെ ഇത് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വയമായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കുക അല്ലെ. ഇപ്പൊ വെളിപാട് 13-ന്റെ 1-18 വരെയും 14-ന്റെ 9-11 വരെയും 15-ന്റെ 2, 16-ന്റെ 2, 19-ന്റെ 19-20 വരെയും 20-ന്റെ 4 എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തിനെ കുറിച്ചാണ്? ഈ ചക്രവർത്തികളെ ആരാധിക്കുവാനുള്ള അത് നടന്നുകൊണ്ടിരിക്കുന്ന അതിനെ സൂചിപ്പിച്ചാണ് ഈ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇനി എവിടെ വെച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞ ദ്വീപ്, എന്ത് ദ്വീപ്? പത്മോസ് ദ്വീപ്. അവിടെ അതാണ് ഈ വെളിപാടിന്റെ 1-9 പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. അപ്പം ആ ദ്വീപിൽ വെച്ച് തന്നെയാണോ എഴുതിയത് നമുക്കറിയില്ല. പക്ഷെ ആ ദ്വീപിൽ ആയിരുന്ന സമയത്ത് അന്നാണ് ദർശനം യോഹന്നാൻ അപ്പോസ്തലന് കിട്ടിയത്. അപ്പം സാധാരണ വിശ്വസിക്കപ്പെടുന്നത് പത്മോസ് എന്ന ദ്വീപിലായിരുന്നു യോഹന്നാൻ സ്നാപകൻ ഇത് എഴുതിയത്. ഇതാണ് ആ ദ്വീപിന്റെ പടം. ഇതെല്ലാം റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്, ഉള്ള സ്ഥലങ്ങളാണ്. സോ ഒരു ദ്വീപാണ്, ഏജിയൻ കടൽ എന്ന് പറഞ്ഞതിലുള്ള ദ്വീപാണ്. സോ ഇതാണ് ആ ദ്വീപിൽ ഒരു ഇപ്പൊ അതെല്ലാം അവര് ടൂറിസ്റ്റ് പ്ലേസ് ആക്കി. എൻട്രൻസ് ആണ് ആ ദ്വീപിൽ ഒരു ഗുഹയിലാണ് യോഹന്നാൻ സ്നാപകൻ ജീവിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങോട്ട് കടക്കുന്ന എൻട്രൻസ് ആണ് ഇത്. പിന്നെ ആ എൻട്രൻസിന്റെ അവിടെ ഒരു മേളിലൊരു പടം കണ്ടില്ലേ, ഒരു ചിത്രം, അതാണ് ഇത്. ഇതിൽ അവര് എഴുതിയിരിക്കുന്ന മൊസൈക്ക് ആണ്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ സെയിന്റ് ജോൺ ദ തിയോളജിയൻ, യോഹന്നാൻ സ്നാപകൻ വചന ദൈവത്തിന്റെ തിയോളജിയൻ ആയിട്ടുള്ള ആളാണ്. അയാളുടെ ഒരു ശിഷ്യനുണ്ട് പ്രോക്കോറോസ്. അയാളായിരിക്കും മിക്കവാറും യോഹന്നാൻ സ്നാപകൻ പറയുന്ന കാര്യങ്ങളും അതിന്റെ ദർശനങ്ങളെല്ലാം ഇങ്ങനെ എഴുതിയത്. കാരണം അന്നത്തെ യോഹന്നാൻ സ്നാപകന് കുറെ പ്രായമായിരുന്നു ആ സമയത്ത്. അപ്പൊ എഴുതിയത് പ്രോക്കോറോസ് എന്ന് പറഞ്ഞ ഒരു ശിഷ്യനാണ്. യോഹന്നാൻ സ്നാപകന്റെ ദർശനങ്ങളെല്ലാം പറയുന്നതെല്ലാം എഴുതി റെക്കോർഡ് ചെയ്തു സ്ക്രൈബായിട്ട്. ഇത് അവിടെയുള്ള കേവിലേക്കുള്ള എൻട്രൻസിൽ അവിടെ വെച്ചിരിക്കുന്ന കല്ലാണ് ഗുഹയിലേക്കുള്ളത്. അപ്പം ഇത് ആർക്ക് വേണ്ടിയാണ് ഈ വെളിപാടിന്റെ പുസ്തകം എഴുതിയിരിക്കുന്നത്? വെളിപാടിന്റെ 1-4 പറഞ്ഞിരിക്കുന്ന യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കായിട്ട് എഴുതുന്നു. തുടർന്നുള്ള ഓരോ സഭയിലേക്കും വായിച്ചയക്കേണ്ട സർക്കുലർ കത്താണിത്. എന്ന് വെച്ചാൽ 7 സഭകൾക്ക് ആയിട്ട് 7 കോപ്പി അയക്കുമല്ല, ഒരു കോപ്പി. അപ്പം അത് ഒരു സഭയിൽ അവര് അത് പഠിച്ചു കഴിഞ്ഞ് അടുത്ത സഭയിലേക്ക് ആ ലെറ്റർ ഇത് എഴുതിയിരിക്കുന്ന അത് കൊടുത്തുവിടും. പിന്നെ അടുത്ത സഭയിലേക്ക്, പിന്നെ അടുത്ത സഭയിലേക്ക്, അങ്ങനെ അത് വട്ടം ചുറ്റി പോകും. അപ്പം 7 സഭകളിലേക്ക് അയച്ചിരിക്കുന്ന കത്താണ് ആക്ച്വലി ഈ വെളിപാട്. അപ്പൊ ഇതാണ് ഈ 7 സഭകളെ ഇതിൽ കാണാം. ഈ പത്മോസ് ഏജിയൻ സീ എന്ന് പറയും. ഏജിയൻ കടലിലാണ് പത്മോസ്. ഇവിടെ ഓക്കെ, ഇതാണ് പത്മോസ് ദ്വീപ്. ഓക്കെ, എന്നിട്ട് ഇതാണ് എഫീസസ് സഭ. എഫീസസ്, സ്മിർന, പെർഗാമം, തയത്തീറ, സാർഡിസ്, ഫിലാഡൽഫിയ, ലവോഡേഷ്യ. ഇതാണ് 7 സഭകള്. ഈ 7 സഭകൾക്കാണ്
അഡ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്തെ ടർക്കി എന്ന് പറയുന്ന സ്ഥലമാണ്. സോ ടർക്കിയുടെ വെസ്റ്റിലുള്ള കോസ്റ്റിലാണ്, ഏജിയൻ സീയിലാണ് ഈ പത്മോസ് ഉള്ളത്. ഓക്കെ, സോ ഇനി റെവലേഷൻ നമ്മൾ പഠിക്കുമ്പോൾ, വെളിപാട് പഠിക്കുമ്പോൾ അതെങ്ങനെയാ, അതിന് ട്രിപാർട്ടേറ്റ് ജോൺറ എന്ന് പറയുന്നത് വെച്ചാൽ 3 വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൃതിയാണ്. സോ നമ്മള് പല വിഭാഗങ്ങൾ പഠിച്ചു. ചിലത് ഒരു ബുക്ക് മുഴുവൻ പ്രോഫസി ആയിരിക്കും, അല്ല ഒരു ബുക്ക് മുഴുവൻ അപ്പോകാലിപ്റ്റിക് ആയിരിക്കും. പക്ഷെ ഇതില് 3 കാണാം. അതിനാണ് പാൾ എന്ന് പറയുന്നത്. പ്രോഫസി, അപ്പോകാലിപ്റ്റിക്, ലെറ്റർ 3 ഉള്ളതാണ്. അപ്പൊ റെവലേഷൻ, വെളിപാട് എന്ന് പറഞ്ഞാൽ പാൾ, പ്രവചനമുണ്ട്, അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ ഉണ്ട്, കത്താണ്, ലെറ്റർ ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്? പ്രവചനം. ഈ പ്രവചനത്തിന്റെ റെവലേഷൻ വെളിപാട് 1:3 തുടങ്ങുന്നതിന് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ, അപ്പൊ അതൊരു പ്രവചനാണ്. 1:1 പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വെളിപാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹനാന് പ്രദർശിപ്പിച്ചു. അപ്പൊ ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു ദൂതൻ മുഖാന്തരം അയച്ചു. അതൊരു വെളിപാടാണ്, ഒരു ദർശനം. സോ അതാണ് അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ ആണെന്ന് പറയുന്നത്. പിന്നെ 1:4 മുതൽ ഉള്ള പറയുന്നത് തന്നെ യോഹനാൻ ആസിയയിൽ 7 സഭകൾക്ക് എഴുതുന്നു. അപ്പൊ അതെന്താ? അതൊരു എഴുത്താണ്, ഒരു കത്താണ്. സോ അപ്പൊ ഈ 3 വിഭാഗം ഉള്ളതാണ് വെളിപാട്. പ്രവചനം, അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചറും കത്തും, ഇത് 3 ഉൾപ്പെടുന്നതാണ് ഈ വെളിപാട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രവചനം. പ്രവചനം എന്ന് പറയുമ്പോ ദൈവത്തിന്റെ ഇഷ്ടം, ഫോർത്ത് ടെല്ലിങ്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഫോർത്ത് ടെല്ലിങ്ങും. പ്രവചനത്തില് ഒന്നാമത്തെ കാര്യം ഫോർത്ത് ടെല്ലിങ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ദൈവത്തിന്റെ ഇഷ്ടം വർത്തമാന നിമിഷത്തിൽ പ്രഖ്യാപിക്കുക, അല്ലെ എഴുതുന്ന സമയത്ത് നിലവിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന. ഓരോ സഭകൾക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം അന്നത്തെ കാലത്ത് നേരിടുന്ന ആ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, പിന്നെ ഫോർടെല്ലിങ്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. പക്ഷെ സാധാരണ നമുക്കറിയാം, പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ സ്വഭാവം, പേരമ്യ, ഹോശ എല്ലാം വായിച്ചാൽ നമുക്കറിയാവുന്നത്, ഒരു പ്രവചന പുസ്തകത്തിന്റെ ഏകദേശം 90% ആ എഴുതുന്ന ആ സമയത്തിന്റെ കുറിച്ചായിരിക്കും. ഓൺലി 10% മാത്രമേ ഭാവിയിലുള്ള ഒരു സമയത്തെ കുറിച്ച് പറയുള്ളൂ. അപ്പൊ അതുപോലെയാണ് വെളിപാടിന്റെയും ഭൂരിഭാഗവും അത് അന്ന് എഴുതപ്പെട്ട സമയത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്, അല്ലാതെ ഭാവിയിൽ എപ്പോഴേലുള്ള കാര്യങ്ങളല്ല. ആക്ച്വലി അത് വളരെ കുറവാണ്. AD 96 ആണ്, അല്ലാതെ ഇന്നത്തെ അല്ല. പലരും എന്ത് ചെയ്യും, വെളിപാടിന്റെ പുസ്തകം എടുത്ത് വെച്ചിട്ട് ഇന്ന് ഇവിടെ സംഭവിക്കുന്നു, ഒക്കെ അമേരിക്ക അവിടെ യുദ്ധം ചെയ്തത്, അത് ഈ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ല ഇപ്പൊ യുദ്ധം നടക്കുന്ന അത് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്. അത് ശരിയല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു യുദ്ധം കഴിഞ്ഞ് അടുത്ത യുദ്ധം വരുമ്പോൾ പറയും അല്ലല്ല, അത് ഈ യുദ്ധത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഉപയോഗിക്കാനല്ല വെളിപാട് പുസ്തകം എഴുതിയത്. അത് 96 കാര്യമാണ് ആക്ച്വലി പറഞ്ഞത്. യോഹന്നാന്റെ അപ്പോസ്തലന്റെ കാലത്തില് ഉണ്ടായ കാര്യങ്ങളാണ് 90% പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പലയിനം എന്താ പറയുന്നത്, പലയിനം യൂട്യൂബും പലയിനം കാര്യങ്ങൾ കാണും. ഈ വെളിപാട് പുസ്തകത്തിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടാവും, പല യൂട്യൂബും അതും പല കാര്യങ്ങളും. പ്രവചനം എങ്ങനെയാണ്, പ്രവചനം നിറവേറ്റി, അങ്ങനെ പല കൾട്ട് ഗ്രൂപ്പ്സും പ്രവചനം നിറവേറ്റി എന്നൊക്കെ പറഞ്ഞു പോയി സൂയിസൈഡ് ചെയ്യുന്ന കൾട്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ എങ്ങനെയാണ് ഈ വെളിപാടിന്റെ പുസ്തകം എടുക്കുന്നത്, എങ്ങനെയാണ് അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ സൂക്ഷിച്ചു വേണം. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അബദ്ധങ്ങൾ പറ്റാതെ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ഒരു ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും.
ഓക്കെ. ഇപ്പം കൂടുതലും അന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വെളിപാടിലുള്ള, അല്ലാതെ വരാൻ പോകുന്ന കാര്യങ്ങളല്ല. വരാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ, അതും അന്ത്യകാലത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. സോ നമുക്ക് വെളിപാട് 1:12 തൊട്ട് 16 വരെ വായിക്കാം. ആർക്കെങ്കിലും വായിക്കാവോ? റീനയ്ക്ക് വായിക്കാവോ? 12 തൊട്ട് 16 വരെ. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നീലങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കൈയിൽ 7 നക്ഷത്രം ഉണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവാൽത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പൊ ഇത് ഈ ഭാഷ നമ്മൾ നോക്കിയാല് അത് വളരെ അതിശയോക്തി നിറഞ്ഞതും അത് എന്താ പറയുന്ന ഒരു നോർമൽ അല്ല അല്ലെ. അത് എന്തൊക്കെയാ, പൊൻനിലവിളക്കുകളുടെ നടുവില് പക്ഷെ എന്താ പൊൻകച്ച കെട്ടിയവനും അവന്റെ തലമുടി വെളുത്ത് പഞ്ഞി പോലെയും എല്ലാം അങ്ങ് മാക്സിമൈസ് ചെയ്തിട്ടാണ് അല്ലെ. അത് അന്നത്തെ കാലത്തെ ഒരെണ്ണം ലിറ്ററേച്ചർ ആണ് അങ്ങനെ ചെയ്യുക. അതിന്റെ ഇന്റൻസിറ്റി എത്രയാണ്, അത് വലിയതാണെന്ന് കാണിക്കുവാനാണ്. ഇപ്പം കാല് ഒലയില് ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യം. അപ്പം അങ്ങനെ അത് നമുക്ക് അത് പ്രാക്ടിക്കലായിട്ട് അതിൽ ഓരോ വാക്കും എടുത്തിട്ട് ഇതാണ് ലിറ്ററൽ ആയിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. അങ്ങനെ അല്ല അതിന്റെ അർത്ഥം. ഇതിന്റെ ഓവറോൾ ആയിട്ട് വലിയൊരു ചിത്രം എന്താണ്, വലിയ ചിത്രം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിലെ വലിയ ചിത്രം ഈ ഡിസ്ക്രിപ്ഷൻ മുഴുവനും, അതിന്റെ വലങ്കയിൽ 7 നക്ഷത്രം ഉണ്ടായിരുന്നു, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുതല വാൾ പുറപ്പെട്ടു, മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നു. ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ ആ വലിയ പിക്ചർ, വലിയ ചിത്രം എന്താണ് അതിൽ കാണിക്കുന്നത്? യേശു എത്രയോ മഹത്വവും, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, ഭയങ്കരനായ ആ വ്യക്തിയാണ് യേശു. അങ്ങനെ യേശുവിനെ അത്രമാത്രം യോഹന്നാൻ അപ്പോസ്തലനാണെങ്കിലും യേശുവിന്റെ കാൽക്കൽ വീണു അല്ലെ. എന്തുകൊണ്ടാ? യേശുവിന് അത്രമാത്രം മഹത്വവും ജ്ഞാനവും ശക്തിയും എല്ലാം ഉണ്ട് എന്നാണ് ആ വലിയ ചിത്രം. അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ ഓരോരോ ചെറിയ ചെറിയ ഓരോ വാക്കെടുത്തിട്ട് അതല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് ഈ ഇതൊരു എക്സാമ്പിൾ ആണ്. ഈ വെളിപാടിൽ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. വലിയ ചിത്രം എപ്പോഴും നോക്കുക. ഇപ്പൊ നമ്മളൊരു വലിയൊരു കാട് കണ്ടിട്ട് അതിൽ ഒരു മരം അത് മാത്രം ഫോക്കസ് ചെയ്ത് അയ്യോ ആ മരത്തിന് എന്ത് പറ്റി, ആ മരത്തില് ആകെ കൂടെ 2-3 കൊള്ളി ഉള്ളല്ലോ, അല്ല ആ മരത്തെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അതിന്റെ ഗുണങ്ങളും അതിന്റെ മോശങ്ങളും കണ്ടുപിടിച്ച് പിന്നെ ഒന്നാകെ ആ കാട് എത്ര മനോഹരമാണെന്നോ, ആ കാടിലുള്ള മജോറിറ്റി ഉള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ മിസ് ചെയ്യും. സോ അതുപോലെയാണ് മരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാടിനെ കാണാതിരിക്കരുതെന്ന്. അതുപോലെയാണ് വെളിപാട്. നമ്മള് ഓരോരോ ചെറിയ ചെറിയ സിമ്പിൾസ്, ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് നമ്മളങ്ങ് നഷ്ടപ്പെട്ടു പോവാതെ നമ്മൾ ഓർക്കണം ഈ വലിയ ചിത്രം എന്താണ്, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ. കാരണം ഒരു ഉദ്ദേശമുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നതെന്ന്. സോ സിംബോളിക് യൂസ് ഓഫ് നമ്പേഴ്സ്. അപ്പോസ്തലിക സാഹിത്യത്തിലെ സംഖ്യകളുടെ പ്രതീകാത്മക ഉപയോഗം. സോ ഓരോ നമ്പർ പറഞ്ഞിരിക്കുന്നത് ലിറ്ററൽ ആയിട്ട് നമ്പർ അല്ല, ഇതെല്ലാം സിംബോളിക് ആണ്. ഒന്നും ലിറ്ററൽ ആയിട്ട് എടുക്കാൻ പാടില്ല. ഇപ്പൊ 1 പറയുന്ന അത് അന്നത്തെ കാലത്ത് യഹൂദന്മാർക്ക് ഈ സിംബലിസം അറിയാമായിരുന്നു. കാരണം പഴയ നിയമത്തിലും ഒത്തിരി ഇങ്ങനത്തെ പറഞ്ഞ ദാനിയേലിന്റെ പുസ്തകത്തിലും ഒക്കെ സിംബലിസം. അപ്പൊ അവർക്ക് അറിയാം ഇതിന്റെ അർത്ഥം. അത് ഈ എക്സാക്ട് ഒരു നമ്പർ അല്ല, ഇതെന്തോ ആണ് കാണിക്കുന്നതെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇത്. 1 എന്ന് പറഞ്ഞ ഏകത്വം അല്ലെ, ദൈവം ഒന്നാണ്.
ഒന്ന് അതാണ് കാണിക്കുന്നത്. 2 എന്ന് പറഞ്ഞാൽ ശക്തി, സ്ഥിരീകരണം. 2 is better than 1 എന്ന് പറയും. അല്ലല്ല 2 വിറ്റ്നസ്സസിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ വെളിപാടില്. പിന്നെ 3-ല് 3 എന്ന് വെച്ചാൽ ദൈവിക പൂർണ്ണത, അല്ലെ ത്രിത്വം, ഫാദർ സൺ ഹോളി സ്പിരിറ്റ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അല്ലെ ദൈവിക പൂർണ്ണതയാണ് 3 കാണിക്കുന്നത്. ഇനി 3.5 അപൂർണത. അതെന്തുകൊണ്ടാണ് 3.5 അപൂർണത കാണിക്കുന്നത്? 7 എന്ന് പറയുന്നത് പൂർണ്ണതയാണ്, അതിന്റെ പകുതിയാണ് 3.5, അതാണ് അപൂർണത. അപ്പൊ ദാനിയലിന്റെ പുസ്തകത്തിൽ ആ 3.5 വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷനും 3.5 വെച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നുവെച്ചാ അപൂർണമാണ്. ദാനിയലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വെളിപാടിലുണ്ട് 1260 ദിവസം, അല്ലെ 42 മാസം, അതൊക്കെ ഇതില് വരുന്നതാണ്. അല്ല ഒരു കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സമയം, ഇത് എന്നേക്ക് നിലനിൽക്കുന്നതല്ല, പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യമല്ല, ഇത് നിന്ന് പോകുന്ന ഒരു കാര്യമാണ് എന്ന് കാണിക്കുന്നതാണ് 3.5. 4 എന്ന് പറയുമ്പോൾ ഭൂമിയിലെ കാര്യങ്ങള്, സൃഷ്ടിക്കപ്പെട്ട ലോകം, അല്ലല്ല 4 ഭൂമിയുടെ 4 കോർണേഴ്സ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നു, അല്ലെ ഭൂമിയുടെ 4 കോണ്. അത് ഭൂമി പരന്നിരുന്ന 4 കോൺ ഉണ്ടായിട്ടല്ല, പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഭൂമിയിലുള്ള കാര്യങ്ങളാണെന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, 4 ലിവിങ് ക്രീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അതും ഭൂമിയിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇനി 6 എന്ന് പറയുന്ന തിന്മയാണ്. എന്തുകൊണ്ട് 6 തിന്മ? 7 പൂർണ്ണതയാണ്, 7-ന്ന് ലാക്ക് ചെയ്യുന്നു, 7-ന്ന് കുറവാ, 1 കുറവാണ്. അപ്പൊ തിന്മ എന്ന് പറഞ്ഞാൽ നന്മയിൽ നിന്ന് കുറവാണ്, അല്ലെ. അപ്പൊ അതാണ് ഇപ്പം ബീസ്റ്റിന്റെ നമ്പർ 666 എന്ന് പറയുന്നത് തിന്മയെ കാണിക്കുന്ന, തിന്മയെ സിംബലൈസ് ചെയ്യുന്നതാണ്. അല്ലാതെ പ്രാക്ടിക്കലായിട്ട് ആരുടെയോ നെറ്റിയിൽ 6 എഴുതി വെച്ച് ഇന്നയാള് ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണും. ഓക്കെ, 6 സിമ്പിളുള്ള ഒരു കൊച്ചു ജനിച്ചെന്നോ ഒരു മൃഗത്തെ കണ്ടെന്നോ ഒക്കെ ആൾക്കാർ പറയും, പക്ഷെ അതൊന്നും അല്ല ഇതിന്റെ അർത്ഥം. സോ അത് തിന്മയെ പ്രതിനിധീകരിക്കുന്നു എന്ന് മാത്രമാണ്. ഓക്കെ, അപ്പൊ 7 പൂർണ്ണതയാണ്, അല്ലെ ദിവ്യത്വം, ദൈവത്തിന്റെ പൂർണ്ണത. 10 പൂർണ്ണത. ഇപ്പൊ 10 വിരൽ ഉണ്ട്, 10 വിരലിലെ അപൂർണമായിട്ട് അന്ന് കണക്കാക്കും. സോ അപ്പൊ പൂർണ്ണതയെ കാണിക്കുന്നതാണ് 10. പിന്നെ 12 എന്ത് കാണിക്കും? ദൈവത്തിന്റെ ജനം. എന്തുകൊണ്ടാണ്? 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ. അതുപോലെ യേശു 12 അപ്പോസ്റ്റലന്മാരെയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ ഇതൊക്കെയാണ് ദൈവത്തിന്റെ ജനത്തെയാണ് 12 എന്നുള്ളത് കാണിക്കുന്നത്. അതുപോലെ വെളിപാട് 12-ലുണ്ട് 12 നക്ഷത്ര കിരീടം ധരിച്ച സ്ത്രീ, ദൈവജനത്തെയാണ് കാണിക്കുന്നത്. വെളിപാടിന്റെ 21 തൊട്ട് 22 വരെയുള്ളതിൽ കാണാം 12 എണ്ണത്തിന്റെയും എല്ലാ പരാമർശങ്ങളും ഇസ്രായേൽ നഗരം, പുതിയ യെരൂശലേം, കുഞ്ഞാടിന്റെ മണവാട്ടി, ഇതെല്ലാം ദൈവജനത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാ ഇസ്രായേലിന്റെ പുതിയ ജെറുസലേം എന്ന് പറയുന്നതും ഇസ്രായേലിന്റെ നഗരം എന്ന് പറയുന്നതും മണവാട്ടി എന്ന് കുഞ്ഞാടിന്റെ മണവാട്ടി, ഇതെല്ലാം ദൈവജനം. അതിലെല്ലാം 12 കാണാം. ഇനി ചിലപ്പം ചില സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്ത്, എന്തിനാ? അതിന്റെ മീനിങ് വളരെ ഇന്റൻസിഫൈ ചെയ്യാൻ, അത് വളരെ തീവ്രത കാണിക്കാനായിട്ട്. ഇപ്പം വെളിപാടിന്റെ 7-ാം അധ്യായത്തിലുണ്ട് രക്ഷ പ്രാപിച്ചവര് 1,44,000 ആണെന്ന്. അപ്പൊ അതെങ്ങനെയാ? അത് കൃത്യമായിട്ട് എണ്ണി അത്ര ആൾക്കാരെ വെച്ച് രക്ഷപ്പെടുള്ളൂ എന്നുള്ളതല്ല. ജെഹോവാസ് വിറ്റ്നസ് ഒക്കെ അതാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് 1,44,000 ഇത്ര ആൾക്കാർ മാത്രമേ രക്ഷ പ്രാപിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം നരകത്തിൽ പോകും. കാരണം അവരത് ലിറ്ററൽ ആയിട്ട് ഈ സംഖ്യ എടുത്തിട്ടാണ് ആ തെറ്റ് പറ്റുന്നത്. ഇത് ലിറ്ററൽ അല്ല. 144 എന്ന് പറഞ്ഞാൽ 12 × 12 ആണ്. 1000 എന്ന് പറയുന്നത് 10 × 10 × 10. അപ്പം 10 പൂർണ്ണതയാണ്, 12 ദൈവത്തിന്റെ ജനമാണ്. അപ്പൊ എല്ലാ ദൈവത്തിന്റെ ജനവും കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണ സംഖ്യ, അക്ഷരാർത്ഥത്തിൽ ഉള്ള സംഖ്യ അല്ല, ദൈവജനത്തിന്റെ പൂർണ്ണ സംഖ്യ. ഓരോ ചിഹ്നത്തിനും പകരം ചിഹ്നങ്ങൾ കൊണ്ട് വരച്ച വലിയ ചിത്രം നമ്മൾ കാണാൻ ശ്രമിക്കുക. അപ്പം ദൈവത്തിന്റെ എല്ലാ ജനവും എല്ലാവരും ഉൾപ്പെടുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ 1,44,000 എന്നുള്ള നമ്പർ. ഓക്കെ,
സോ ഇങ്ങനെ ഈ നമ്പർ കാണുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇത് വായിക്കുന്ന അവർക്ക് വളരെയേറെ പ്രോത്സാഹനം ഉണ്ടാവും. ഒടുവിൽ യേശു തന്നെ യുദ്ധം ജയിക്കും, എല്ലാ ദൈവത്തിന്റെ ജനവും അവര് ജയിക്കും, അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചു നിൽക്കണം, അവസാനം വരെ സഹിച്ചു നിൽക്കുവാനുള്ള ഒരു പ്രോത്സാഹനമാണ് ഈ നമ്പർ അവരവിടെ വായിക്കുമ്പോ അവർക്ക് അന്ന് മനസ്സിലാവുമായിരുന്നു. ഇനി 24 വെച്ചാൽ 12ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പം 24 പറയുമ്പം ദൈവജനം പലപ്പോഴും അതെങ്ങനെയാ 12 ഗോത്രങ്ങളും 12 അപ്പോസ്തലന്മാരെയും പ്രതിനിധീകരിക്കുന്നു, അല്ലെ 24 മൂപ്പന്മാർ എന്നൊക്കെ കാണും. അതുപോലെ 1000 10 ഒരു നീണ്ട പൂർണ്ണമായ ബൃഹത്തായ കാലഘട്ടം, അല്ലാതെ 1000 കൃത്യമായുള്ള വർഷം എന്നല്ല, ഒരു നീണ്ട പൂർണ്ണമായ കാലഘട്ടം എന്നാണ് കാണിക്കുന്നത്. സോ അന്നത്തെ സംസ്കാരത്തില് ചിഹ്നങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് അറിയണം. എന്നാൽ എപ്പോഴും ഒരു പ്രത്യേക ഭാഗത്ത് അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതാൻ പാടില്ല. എന്തുകൊണ്ടാ? അന്നത്തെ കൾച്ചർ അനുസരിച്ച് അതിന് മാറ്റം വരാം. ഓക്കെ. സോ അതുപോലെ വേറൊരു കാര്യം, ചിഹ്നങ്ങള് സിംബോളിക് ആണ്, ചിത്രാത്മകമല്ല, പ്രതീകാത്മകമാണ്. ഓക്കെ. സോ അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം, നമ്മൾ അതിനെ ദൃശ്യവൽക്കരിക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം നമ്മൾ സാധാരണ വെളിപാട് വായിക്കുമ്പോൾ ഓരോ ജീവികളുടെയും തലകളുടെയും എല്ലാം വളരെ വലിയ ഭയങ്കര ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് ഇമാജിൻ ചെയ്യാൻ നോക്കും. പക്ഷെ അതല്ല ആക്ച്വലി ചെയ്യേണ്ടത്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക ചെയ്യേണ്ടത്. ആ ചിഹ്നങ്ങളുടെ അർത്ഥം എന്താണെന്ന് വായിക്കുക, ആ വാക്കുകളിലാണ് ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ സിംബോളിക് ആയിട്ടുള്ള മീനിങ് എന്താണെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അതിനെല്ലാം നമ്മൾ ഇമാജിനേഷനിൽ കണ്ട് ചെയ്യാനല്ല അതിന്റെ ഉദ്ദേശം. പിന്നെ ഒരു ചിഹ്നം പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാം ഒരേ കാര്യം തന്നെയാണ് അർത്ഥമാക്കുന്നത് നമ്മൾ കരുതാൻ പാടില്ല. കാരണം ഒരു എക്സാമ്പിള്, വെളിപാട് 6:2 ആർക്കെങ്കിലും വായിക്കാവോ? വെളിപാട് 6:2. വെളിപാട് 6:2. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവന് ഒരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനും പുറപ്പെട്ടു. ഇനി 19:11 വായിക്കാം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. ഈ രണ്ടിലുള്ള വെള്ളക്കുതിര ഒന്ന് തന്നെയാണോ? ഇപ്പൊ എപ്പോഴും ഒരേ സംഭവം പല സ്ഥലത്തുള്ളപ്പോ അത് ഒരേ മീനിങ് ആവത്തില്ല. സോ നമ്മള് ബൈബിളിൽ തന്നെ വായിക്കാം. ബൈബിളില് വെളിപാടിലും അതിന്റെ ചിഹ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന രീതി പഠിക്കണം. സോ അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ സമയമില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾ സ്വന്തം വീട്ടിൽ പോയിട്ട് ചെയ്യുക. വെളിപാട് 1-ന്റെ 5-6 1-20 5-6-8 വരെ 13-18 ഇതിലൊക്കെ വചനം തന്നെ അതിൽ തന്നെ ആ ചിഹ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 13-18 19-8 17-9 തൊട്ട് 18 വരെ. അതുപോലെ നമ്മള് സന്ദർഭം, നമ്മളെപ്പോഴും സന്ദർഭം, എല്ലാ പുസ്തകങ്ങളും നമ്മൾ സന്ദർഭം പഠിക്കണം, കണ്ടെക്സ്റ്റ്. ഓക്കെ. സന്ദർഭം പഠിച്ചിട്ട് ചിഹ്നം യഥാർത്ഥത്തിൽ എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചെന്ന് കണ്ടെത്തുക. ആ സന്ദർഭം ചിഹ്നത്തിന്റെ അർത്ഥം നിർണ്ണയിക്കാനും നിയന്ത്രിക്കാനും നമ്മൾ അനുവദിക്കുക. നമ്മൾ തന്നെ ഇന്ന സിമ്പിൾ ഇന്നതായിരിക്കണം മീൻ ചെയ്യേണ്ടതെന്ന് ഓർത്ത് അത് അപ്ലൈ ചെയ്യാതെ ഈ സന്ദർഭം എന്താന്ന് മനസ്സിലാക്കി ആ സന്ദർഭത്തില് ഈ ചിഹ്നത്തിന്റെ അർത്ഥം എന്തായിരിക്കുമെന്ന് സന്ദർഭം നിയന്ത്രിക്കുവാനായിട്ട് നമ്മൾ അനുവദിക്കുക, അത് പഠിക്കുക, മനസ്സിലാക്കുക. സോ പിന്നെ നമ്മൾ കണ്ടു അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ ആണ്, അതുപോലെ പ്രൊഫസി ആണ്. ഈ പ്രൊഫസി, അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ, ഈ ലെറ്റർ, കത്ത്, കത്തായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ ഏഷ്യ മൈനറിലെ 7 യഥാർത്ഥ സഭകൾക്ക് എഴുതിയ കത്താണ്. ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അവിടെ പോയി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്.
സോ ആ കത്തില് എന്തിനാണ് കത്ത് എഴുതുന്നത്? എന്തെങ്കിലും ഒരു കാര്യം അഡ്രസ് ചെയ്യാനാണ് സാധാരണ കത്ത് എഴുതുന്നത്. അപ്പം പീഡിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികളെ ശക്തമായി നിലകൊള്ളാനും മാനസാന്തരപ്പെടാനും സാംസ്കാരിക വശീകരണത്തിന് വഴങ്ങാതിരിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നതിനായിട്ട് അപ്പോക്കലിപ്റ്റിക് ഭാഷയിൽ എഴുതിയതാണ്. ഇപ്പൊ അതെന്താണ് സംരക്ഷിക്കുന്നത്? ഇപ്പൊ റോമൻ അധികാരികൾ കണ്ടെത്തുന്നതിൽ നിന്നും ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നു. കാരണം റോമൻ അധികാരികൾ ക്രിസ്ത്യാനികളെ കണ്ടാൽ വധിച്ചു കളയും. അപ്പം ഈ ക്രിസ്ത്യാനികൾക്ക് അയക്കുന്ന ഈ കത്ത് ഇവരുടെ അധികാരികളുടെ കയ്യിൽ കിട്ടിയാലും അപ്പോക്കാലിപ്റ്റിക് ഭാഷയിൽ എഴുതുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല ഇതെന്താണ്. ദുഷ്ട അധികാരികൾക്ക് അത് ഒരു പകർപ്പ് ലഭിച്ചാലും അവർക്ക് ആ പകർപ്പ് വെച്ചിട്ട് ക്രിസ്ത്യാനികളെ ഇതാണ് തെളിവ്, നീ ഇങ്ങനെ പറഞ്ഞു, അല്ലെ ക്രിസ്ത്യാനിയെ ജയിക്കും, റോമൻസ് മരിക്കും എന്നൊക്കെ പറഞ്ഞു എന്ന് തെളിവായിട്ടെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് വധിക്കാനായിട്ട് പറ്റത്തില്ല. എന്തുകൊണ്ട്? അവർക്ക് എന്തോ ഇതൊന്നും മനസ്സിലാവത്തേ ഇല്ല, അല്ലെ? കാരണം അവർക്ക് അറിയത്തില്ല യഹൂദന്മാരുടെ ഇതുപോലെയുള്ള ഭാഷയും ഈ സിംബോളിക് ആയിട്ടുള്ള ഭാഷയൊന്നും അവർക്ക് യാതൊരു പിടിയില്ല. പഴയ നിയമം അവർ വായിച്ച പോലും അവർക്കൊന്നും മനസ്സിലാവത്തും ഇല്ല. സോ അതുകൊണ്ട് അതിനാണ് ഇങ്ങനത്തെ അപ്പോക്കാലിപ്റ്റിക് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. സോ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവരെ വധിക്കാൻ ഇവർ നോക്കിയിരിക്കുക. അപ്പം തെളിവുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ സന്ദേശം ഇങ്ങനെ അപ്പോക്കാലിപ്റ്റിക് ആയിട്ടുള്ള ഭാഷയിൽ മറച്ചു വെച്ച് യോഹന്നാൻ അപ്പോസ്റ്റലൻ എഴുതിയിട്ട് അയക്കുന്നത്. ഓക്കെ, അതിനൊരു ഉദാഹരണം റോമിനെ റോം എന്ന് അതിൽ പറയുന്നില്ല. എന്തെന്ന് പറയുന്ന ബാബിലോൺ. സോ 18ാം അധ്യായത്തിൽ കാണും റോമിനെ വിളിക്കുന്നത് ബാബിലോൺ എന്നാ. എന്തുകൊണ്ടാ? അത് പഴയ നിയമമായിട്ട് ഈ യഹൂദന്മാർക്ക് ഇമ്മീഡിയറ്റ്ലി കണക്ട് ചെയ്യാം. കാരണം ബാബിലോൺകാരായിരുന്നു ഇവരെ പിടിച്ചുകൊണ്ട് പോയി അവരെല്ലാം എക്സൈലിലാക്കി, അവരെ അടിമകളാക്കി. 70 വർഷം ബാബിലോണിൽ അടിമപ്പെട്ടു. ഓക്കെ, അപ്പം പഴയ നിയമത്തിലെ ജൂത പ്രതീകാത്മതയെക്കുറിച്ചും പഴയ നിയമത്തെക്കുറിച്ചും പരിചയമില്ലാത്ത റോമാക്കാർക്ക് അവർ ബാബിലോൺ എന്ന് വായിക്കുമ്പോൾ അത് അവർക്കൊന്നുമില്ല, അവരെയാണെന്ന് അവർക്ക് മനസ്സിലാകത്ത പോലും ഇല്ല. സോ ക്രിസ്ത്യാനികൾ എന്തായാലും വിജയിക്കും. ക്രിസ്ത്യാനികളുടെ രാജാവാണ് യഥാർത്ഥ രാജാവ്, ആ രാജാവ് വാഴും എന്നുള്ള സത്യം ആണ് ഇവിടെ പറയുന്നത്. അത് അവർക്കൊട്ടും മനസ്സിലാവത്തുമില്ല, അത് അവർക്കെതിരെ ഉപയോഗിക്കാനും പറ്റത്തില്ല. പിന്നെ വെളിപാട് ക്രോണോളജിക്കൽ ആയിട്ടല്ല, കാലക്രമത്തിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് കരുതരുത്. ഓക്കെ, ഒരു പ്രത്യേക ഡേറ്റ് അനുസരിച്ചല്ല ഇത്. വെളിപാടിന്റെ വിവിധ ഭാഗങ്ങൾ തുടർച്ചയായിട്ട് വരുന്നില്ല. ഈ പുസ്തകം പലപ്പോഴും ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും പോകുന്നതായിട്ട് നമുക്ക് തോന്നും. മുന്നോട്ട് നീങ്ങുന്നു, പിന്നെ നിർത്തുന്നു, പിന്നെ മുന്നോട്ട് പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു. ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി ഒരു മൊമെന്റം ബിൽഡ് ചെയ്യുന്ന പോലെ. ഓക്കെ, സോ അങ്ങനെയാണ്, അല്ലാതെ ഡേറ്റ് അനുസരിച്ച് ഇത് കഴിഞ്ഞിട്ട് ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇത് അങ്ങനെയല്ല. അങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. കാലക്രമത്തിലല്ല അതുള്ളത്. ഓക്കെ, അത് സമാന്തരമാണ്. പിന്നെ വിവിധ ഭാഗങ്ങള് എന്താ പറയുന്ന വേരിയസ് സെക്ഷൻസ്, വിവിധ ഭാഗങ്ങളിൽ സക്സസീവ് അല്ല, ഓവർലാപ്പ് ചെയ്യും, ഇന്റൻസിഫൈ ചെയ്യും അറ്റ് ദ സെയിം ടൈം. എന്നുവെച്ചാ ഇപ്പം 7 മുദ്രകളെ കുറിച്ച് പറയുന്നുണ്ട് 6-ല്. 7 മുദ്രകള്, 8-ല് 7 കാഹളങ്ങള്, 15-ല് 7 കലശങ്ങള്, 7 ബൗൾസ്. സോ ഇത് അവ ഒരേ സമയം തീവ്രമാകുമ്പോൾ ഓവർലാപ്പ് ചെയ്യുന്നു. എല്ലായ്പ്പോഴും നമ്മെ അവസാനിക്കുന്ന ലോക അവസാനത്തിലേക്ക് അത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതൊക്കെയാണ് ഈ വെളിപാടിനുള്ള പ്രത്യേകതകളാണ് ഇത്. അന്ത്യനാളുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ്? 7 മുദ്രകൾ, 7 കാഹളം, ദൈവജനത്തിന്റെ പൂർണ്ണ എണ്ണം, 7 കലശങ്ങള്, ബാബിലോണിന്റെ ന്യായവിധി, അതായത് റോമിന്റെ ന്യായവിധിയാണത്, മൃഗത്തിന്റെ വ്യാജപ്രവാചകന്റെ അവസാനം, അവിടെയുള്ള ചക്രവർത്തിമാരുടെ, സാത്താൻ മരിച്ചു, പകരം മരണം, പാതാളം, കത്തുന്ന ഗന്ധക തടാകത്തിൽ, പുതിയ ആകാശം, പുതിയ ഭൂമി, ഇതൊക്കെ കാണിക്കുന്ന അന്ത്യനാളുകളെ കുറിച്ചാണ്. പുതിയ ആകാശം പുതിയ ഭൂമി വരണേ, പഴയ ആകാശം ഭൂമിയെല്ലാം നശിക്കുമല്ലോ, അതാണ് അവസാനം. പാതാളം, മരണം കഴിഞ്ഞ് മരണാവസാനത്തെ കുറിച്ചാണ്. നരകത്തിൽ പോകുന്ന അവസാനം.
സാത്താന്റെ എല്ലാം വ്യാജപ്രവാചകന്മാരെല്ലാം അവസാനം അന്ത്യനാളുകളെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഈ കാണുന്ന അതെല്ലാം. സോ അതുപോലെ ഈ പുസ്തകം റെവലേഷൻ വായിക്കുമ്പോൾ പുസ്തകം പ്രോഗ്രസ് ചെയ്യുന്നതോടെ അതിന്റെ തീവ്രത കൂടും. അത് നമ്മള് സമയം ചെലവഴിച്ചിരുന്ന് പഠിച്ച് താരതമ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. മുദ്രകളുടെയും കാഹളകളുടെയും 4/1 എന്ന് പറയുന്നത് പിന്നെ 3/1 ആവും. 6-ാം അധ്യായത്തില് കാണാം, പിന്നെ 8-ാം അധ്യായത്തില് കാണാം. സോ മുദ്രകള്, കാഹളങ്ങള്, കലശങ്ങൾ എന്നിവ ദൈവത്തിന്റെ ന്യായവിധിയുടെ തീവ്രത കൂടുന്നതായിട്ട് കാണാനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് കൂടി വരുന്നതായിട്ടാണ് കാണാൻ. അതാണ് ഇതിന്റെയൊക്കെ അർത്ഥം, ഈ ഇതിന്റെ ഒക്കെ. പിന്നെ അവസാനമായിട്ട് ഒരു ബുക്കൻസ് ഓഫ് ബൈബിൾ തിയോളജി എന്ന് വെച്ചാൽ ദൈവശാസ്ത്രത്തിന്റെ താങ്ങുകൾ എന്ന് പറയാം. ഇതെന്തോന്ന് പറഞ്ഞാല് ദൈവശാസ്ത്രം, ഈ നമ്മുടെ ഡോക്ടറിന്റെ ബുക്കൻസ് എന്ന് പറഞ്ഞ അർത്ഥം എങ്ങനെയാണ്? നമ്മളിപ്പോ 2 പുസ്തകം ഒരു ഷെൽഫിൽ വെച്ച് അങ്ങനെ ഒരെണ്ണം വീഴുവാണ്, എന്തെയും വേറൊരെണ്ണം താങ്ങി ഇങ്ങനെ വെക്കും, അത് സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ. അപ്പൊ ബുക്കൻസ് എന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി കൊടുത്ത് അങ്ങനെ നിർത്തുന്നു. അതുപോലെയാണ് ഇവിടെ ദൈവശാസ്ത്രത്തിന് താങ്ങുകൾ എന്ന് പറയുന്നത്. ബൈബിളിലെ 3 മുതൽ 3-ാം അധ്യായം, ബൈബിളിന്റെ 3-ാം അധ്യായം ജനസിസ് 3 മുതൽ അവസാനം വരെയുള്ള അധ്യായം വെളിപാട് 20 വരെ ദൈവം തന്റെ ശത്രുക്കളെ, ആരൊക്കെയാണ് ശത്രുക്കള്? സാത്താൻ, മരണം, പാപം എന്നിവയെ ബൈബിളിന്റെ 3-ാം അധ്യായത്തില് പ്രവേശിച്ച് ഇവരെല്ലാം ദൈവം നീക്കം ചെയ്യുക. അങ്ങനെ വീണ്ടെടുപ്പിന്റെ കഥ പൂർത്തിയാക്കും. അപ്പം ജനസിസ്, ഉൽപ്പത്തിയുടെ 3-ാം അധ്യായം നമ്മൾ കണ്ടു. സാത്താൻ കിടന്ന് കളിച്ചതും മരണം വന്നതും ഇവര് ആദം ഹവയും പാപത്തില് വീണു അല്ലെ. ഇതോടെ ഇവര് വീണു. പക്ഷെ ഇവിടെ വെളിപാടിൽ എന്നാ കാണുന്നത്? അതിനെ പിടിച്ച് നേരെയാക്കുവാണ് ദൈവം. അതിനെ ശക്തീകരിച്ചു, സ്ഥിരപ്പെടുത്തി. എങ്ങനെ? ഇതിനെല്ലാം അതിജീവിക്കുന്നതാണ് വെളിപാടിന്റെ അവസാനത്തെ 2 അധ്യായം, വെളിപാട് 21, 22 എന്ന് പറയുന്നത്. ഉൽപ്പത്തി 1-2 പുനഃസ്ഥാപിക്കുകയും അവർക്ക് അപ്പുറം പൂർണ്ണമായും ക്രമീകൃതവും വിശുദ്ധവുമായ ഒരു ലോകത്തിലേക്ക് പോകുന്നു. അവിടെ ദൈവം തന്റെ ജനത്തോടൊപ്പം പൂർണ്ണമായും സന്നിഹിതനാണ്. സൃഷ്ടിയുടെ കഥ പൂർത്തിയാക്കുന്നു. അപ്പൊ പുതിയ ആകാശം, പുതിയ ഭൂമി എല്ലാം വന്ന് ദൈവത്തിന്റെ കൂടെ എന്നേക്കും ജീവിക്കുന്നു. അപ്പൊ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ തിരിച്ച് വരുന്നു. അവിടെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തു. സോ അതും നമുക്ക് ഇതിന്ന് മനസ്സിലാവും. അപ്പൊ ഇതിലെ ഈ പടത്തിലെ കാണുന്നത് ഇതൊക്കെയാണ്. ക്രിയേഷൻ നല്ലതായിട്ട് ദൈവം എല്ലാത്തിനും സൃഷ്ടിച്ചു. ജനസിസ് 1-2 കാണാം, ഭൂമിയും ആകാശവും എല്ലാം. അതുപോലെ നിത്യജീവന്റെ മരം, അതുപോലെ നിത്യജീവന്റെ നദി, ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് എന്ത് പറ്റി? 3-ാം അധ്യായത്തിലാണ് വീഴ്ച വരുന്നത്. സാത്താനും പാപവും മരണവും അതുപോലെ കേഴ്സ് എല്ലാം വരും. പിന്നെ അതുപോലെ ജഡ്ജ്മെന്റ് ഇതെല്ലാം വരുന്നു. പിന്നെ ആഡം, ഇസ്രായേൽ ഇൻ അബ്രഹാമിലൂടെ ഇസ്രായേൽ ജനം, ദാവീദിലൂടെ പിന്നെ അവസാനം യേശു വരുന്നു. യേശു ആണ് 2ാമത്തെ ആഡം, അബ്രഹാമിന്റെ പുത്രൻ അല്ലെ, ദാവീദിന്റെ പുത്രൻ. സോ യേശുവിലൂടെ എന്ത് പറ്റുന്നു? സഭ വരുന്നു. യഹൂദരും ജാതിയരും യേശുവിലും ഒന്നായിട്ട്. പിന്നെ എന്ത് പറ്റുന്നു? 20-ാം റെവലേഷൻ, വെളിപാട് 20-ല് ഈ തിന്മയും മരണത്തെയും സാത്താനെയും എല്ലാം ഗന്ധകം എരിയുന്ന തീയിലേക്ക് എറിയപ്പെടുന്നു. ഓക്കെ. അപ്പൊ പുതിയ ഒരു സൃഷ്ടി വരുന്നു 21-ലും 22-ലും. പുതിയ ആകാശം, പുതിയ ഭൂമി, അവിടെ ഇരുട്ടില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാം പരിശുദ്ധാണ്. വീണ്ടും അവിടെ ഏദൻ തോട്ടം പോലെ ട്രീ ഓഫ് ലൈഫ്, നിത്യജീവന്റെ മരം, നിത്യജീവന്റെ നദിയും വരുന്നു. സോ ഇവിടെ എന്തൊക്കെ പോയോ അതൊക്കെ തിരിച്ചെത്തി. ഇതൊരു കംപ്ലീറ്റ് ആയി. സോ അതുകൊണ്ടാണ് ഈ റെവലേഷൻ വെളിപാട് ഒരു സച്ച് എ ബ്യൂട്ടിഫുൾ ബുക്ക്. എങ്ങനെ നമ്മളെ
ദൈവം സ്ഥിരീകരിച്ച് ദൈവം നമ്മളെ സ്റ്റെബിലൈസ് ചെയ്തു, നമ്മളെ വീണ്ടെടുത്തു. ഓക്കെ, സോ അത് ഈ ഇതില് കാണാം.